ഹല്ലേലൂയ. കർത്താവിന്റെ പരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ, എന്റെ സാക്ഷ്യം വഹിപ്പാനൊക്കെ കർത്താവ് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് പാപ്പച്ചനാണ്. ജനിച്ചു വളർന്നത് പത്തനംതിട്ടയ്ക്കടുത്ത് കോന്നി അട്ടച്ചാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു യാക്കോബ കുടുംബത്തിൽ ജനിച്ചു. എന്റെ അപ്പന് 2 മക്കളാണുള്ളത്. ഞാൻ ഇളയ മകനാണ്. എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് വിദ്യാഭ്യാസമൊന്നും ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. ആ കാരണത്താൽ എഴുതാനും വായിക്കാനുമുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്റെ കുഞ്ഞുങ്ങൾ തന്നെ എന്നെ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് കഷ്ടിച്ച് മനോരമ എഡിറ്റിംഗ് ഒക്കെ വായിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ വേണ്ടതുപോലെ എഴുതുവാനുള്ള കഴിവില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18-19 വയസ്സ് മുതൽ കോന്നി ചന്തയിലെ ഒരു ചുമട്ടുതൊഴിലാളിയായിട്ട് ആദ്യം ഹെഡ് ലോഡിംഗ് യൂണിയൻ ഉണ്ടാക്കി അതിനകത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം തടി ലോഡിംഗ് യൂണിയൻ ഉണ്ടാക്കി അതിനകത്ത് പ്രവർത്തിച്ചു. 2 യൂണിയൻ ഉണ്ടാക്കി അതിന്റെ ലീഡറായി അട്ടിമറിയും പിടിച്ചുപറിയും ഒക്കെ നടത്തി കള്ളും കുടിച്ച് ചീത്തയും വിളിച്ച് നടക്കുന്ന കാലഘട്ടത്തില് 1979 2 കണ്ണിനും കാഴ്ചയില്ലാത്ത CJ മനുവേൽ എന്ന് പറയുന്ന കുന്നത്തൂരുകാരനായ ഒരു മനുവേൽ ഉപദേശി നടത്തിയ പരസ്യയോഗത്തിലെ ഓപ്പൺ എയറില് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിച്ചു. ആ മുഖാന്തരം എന്നെ ഈ നിലയിലാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമായി. ഇന്ന് ഞാൻ സമൂഹത്തില് അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്. സ്വർഗം എന്നെ ആ നിലയിലാക്കി തീർത്തു. ആദ്യഘട്ടങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. ബൈബിൾ എന്താണ്, ഈ വിഷയം തന്നെ, ഈ മാർഗം തന്നെ എന്താണ് എന്നൊന്നും അറിയാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ ദൈവസ്ഥലിരുന്ന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവസ്ഥലിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് രാത്രിയുടെ യാമങ്ങളിലൊക്കെ എന്നോട് വാക്യങ്ങൾ വിളിച്ചു പറയുമായിരുന്നു. ആ വാക്യം രാവിലെ എഴുന്നേറ്റ് വൈഫിനെ കൊണ്ടോ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടോ ഞാൻ വായിച്ച് കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് കർത്താവിനെ വചനം പഠിപ്പിച്ചത്. അങ്ങനെ എനിക്ക് ആദ്യമായി ദൈവം എന്നോട് പറഞ്ഞ വാക്യമാണ് 111 സങ്കീർത്തനത്തിന്റെ 11ാമത്തെ വാക്യം. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ആ വാക്യം എന്നെ ഭയങ്കരമായി ചിന്തിപ്പിക്കുവാനിടയായി. അങ്ങനെ കർത്താവിലേക്ക് ഞാൻ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. എന്റെ അവസ്ഥ, എന്റെ സ്ഥിതി മുഴുവൻ ദൈവത്തോട് പറയാൻ തുടങ്ങി. ആ സമയത്ത് ദൈവം എന്നെ എന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, എന്റെ ബുദ്ധിക്ക് മാറ്റം വരുത്തി. ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും സഹായത്താൽ ബൈബിള് വായിച്ച് കേൾക്കാനായിട്ട് തുടങ്ങി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരാവർത്തി വായിച്ചു കേട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, അതെല്ലാം ഇന്ന് എനിക്ക് ബൈഹാർട്ടാണ്. എന്റെ ബുദ്ധിമണ്ഡലത്തിൽ അത് പോയിട്ടില്ല. ആമേൻ. അങ്ങനെ ആ വാക്യങ്ങളും അതുമായിട്ടിരുന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ചെറിയ ചെറിയ ആശയങ്ങൾ ദൈവം എനിക്ക് തരാൻ തുടങ്ങി. എന്റെ സ്വന്തം സഭയിൽ, മാതൃക സഭയായ കോന്നി ടൗണിലെ ചെറുകൂടി സഭയിൽ തന്നെ കർത്താവിദാസൻ സാക്ഷിക്ക് അവസരം എന്ന് പറയുമ്പോൾ ഞാനൊരു പാട്ടുമൊക്കെ പാടിക്കൊണ്ട് എഴുന്നേറ്റ് വേദവസ്തു നന്ന് ദൈവം എനിക്കുന്ന വാക്യം വായിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ആമീൻ. അത് കഴിഞ്ഞ് പിന്നെ ആയപ്പോൾ സഭയും കർത്താവിദാസനും പാപ്പച്ചൻ ഒടുവിൽ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു ചിന്തയിലായി. അങ്ങനെ ഒടുവിൽ സമയം തരികയും അത് 10 മിനിറ്റാക്കി തരികയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് 30 മിനിറ്റാക്കി തന്നു. ദൈവം അങ്ങനെ എന്നെ വളർത്തുവാൻ തുടങ്ങി. എനിക്ക് അത്ഭുതം പറയട്ടെ, കേരളത്തിലും അത് ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും അനേക രാജ്യങ്ങൾ സന്ദർശിക്കുവാനും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാനും കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. 2 പെൺമക്കളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവരെ വളർത്തി നല്ല നിലയിൽ പഠിപ്പിച്ചു. അവരുടെ വിവാഹത്തിന്റെ വിഷയം വന്നപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് മൂത്ത കുട്ടിയെ കർത്താവിന്റെ വേലയ്ക്കായി കൊടുക്കണം എന്ന് ഇടപെട്ടു. അങ്ങനെ ആലപ്പുഴ കാവാലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചർച്ചകളിലെ പയ്യന്, TA തോമസ് എന്ന് പറയുന്ന ഒരു പയ്യന്, ജമ്മു കാശ്മീരിൽ ശുശ്രൂഷയിലായിരുന്ന ആളിന് എന്റെ മൂത്ത മോളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവര് ജമ്മു കാശ്മീരിലായിരുന്നു 15 വർഷത്തോളം. അവിടെ വെച്ച് സന്ധിവാദം, ആമവാദം, തളർവാദം, റൊമാറ്റിക് പിയർ എന്ന് പറഞ്ഞ അസുഖം പിടിച്ച് തളർന്നുപോയി.
നാട്ടിൽ കൊണ്ടുവന്ന 1 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. അതിനുശേഷം അവര് ജമ്മുവിന് പോയില്ല. എറണാകുളത്ത് കണ്ണമാലി, തോപ്പുംപടിക്കടുത്ത് കണ്ണമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് മുക്കുവന്മാരുടെ ഇടയിൽ, മീൻപിടുത്തക്കാരുടെ ഇടയിൽ ഒരു വേല ആരംഭിച്ചു. അവിടെ 13 കുടുംബം വിശ്വാസത്തിൽ വന്നു. അവിടെ ഒരു ഹോള് പണിതു. അവിടെ ആരാധന തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും ആ രോഗം, ആ അസുഖം അവളെ വീണ്ടെടുത്തു. അവിടെ തന്നെ 2-2.5 വർഷം തളർന്നു കിടന്നു. ആ മോള് ലോകത്തോടെ യാത്ര പറഞ്ഞു. കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആമീൻ. ഇളയ മകള് ആയൂര് ചെറുവക്കലാണ് വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത്. ആ മോള് നല്ല നിലയിൽ പഠിച്ചിരുന്നു. അയ്ക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമാകുന്ന ഇതുണ്ടാകട്ടെ, ഞാൻ ജോലി ചെയ്തതിന് ശേഷം പിന്നെ കർത്താവിന്റെ വേലയ്ക്ക് പൊക്കോളാമെന്നൊക്കെ അവൾ പറഞ്ഞെങ്കിൽ തന്നെയും അവളെയും കർത്താവിന്റെ വേലയ്ക്കായിട്ട് സമർപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്കായിട്ട് കൊടുത്തു. അവരിപ്പോൾ ഗുജറാത്തില് രാജ്കോട്ട് IPCയിലെ പാഷയുടെ ഭാര്യയായി കർത്തൃ ശുശ്രൂഷയില് ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കോന്നിന്ന് വിറ്റിട്ട് അടൂര് പറക്കോട് വന്ന് 5 സെന്റ് ഭൂമി വാങ്ങിച്ചൊരു കൊച്ചു വീട് വെച്ച് അവിടെ താമസിക്കുന്നു. ദൈവമക്കള് എന്നെയും എന്റെ മിനിസ്ട്രിയെയും ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് എവിടെയെങ്കിലും അയക്കുന്നെങ്കിൽ, ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ അവിടെ പോയി ദൈവം സംസാരിക്കാൻ ഒരു കഴിവ് ദൈവം എനിക്ക് തന്നിരിക്കുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം അത് 24-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 24:22. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രകടിപ്പിച്ചു. രാവിലെ കല്ലറയ്ക്ക് പോയ സഹോദരിമാര് തിരിച്ചു വന്ന് പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. അവന് ഒരു ദർശനം ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു